അല്പസമയം മുമ്പാണ് ഈ ആമയിഞ്ചാൻ തോട്ടിൽ വീണ ഒരാളെ ഫയർഫോഴ്സ് സംഘവും പോലീസും ഒക്കെ ചേർന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു സ്ഥിരം പതിവ് കാഴ്ചയാണ് ഇവിടെ എന്നാണ് പറയുന്നത്. ഇന്നലെയും ഒരാൾ ഇത്തരത്തിൽ തോട്ടിൽ വീണെന്നാണ് പറയുന്നത്. കാരണം തൊട്ടപ്പുറത്ത് മദ്യപിച്ചാണ് അദ്ദേഹം വെള്ളത്തിൽ വീണെന്നാണ് നമുക്ക് ഇപ്പോൾ നാട്ടുകാരോടൊക്കെ ചോദിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. ഈ സൈഡിൽ നിന്നും മദ്യപിച്ച് ഇവിടെ നിന്നും അങ്ങോട്ട് വെള്ളത്തിലേക്ക് വഴുതി വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ നാട്ടുകാരുമൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നലെയും ഇതേ സാഹചര്യം തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് നാട്ടുകാരൊക്കെ നമ്മളുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അപകടങ്ങൾ സ്ഥിരം ഉണ്ടാവാറുണ്ട്. സ്ഥിരം ഉണ്ടാവും. ഈ വേലി ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മദ്യപിച്ചിട്ട് നേരെ ഇവിടെ വന്നിരിക്കും. ഇരുന്ന് നേരെ മല തങ്ങ് വീഴും. വീഴുന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും. മധ്യലേരിയയിൽ കയറാവൂലല്ലോ. ഒരു സമയത്ത് ഇവിടെ ആരും കാണത്തുമില്ല. വലിയ തിരക്കില്ലാത്ത റോഡാണല്ലോ. വീഴുന്നു കഴിഞ്ഞാൽ പിന്നെ കാണില്ല. പിന്നെ കാണുന്ന പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള യൂണിയക്കാർ പയ്യന്മാരാണ് കാണുന്നത്. അവർ വലിച്ചേറ്റി കൂടെ വലിച്ചേറ്റി വിടുന്നുണ്ട്. ഇന്നലെ ഒരാളെ വലിയ കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിലുണ്ട്. ഇന്നലെ ഒരുത്തം വീഴുന്നു, അവനെ കയറി കയറ്റി വലിച്ചേറ്റി വിട്ട്. ഇന്ന് അവനെ വീഴുന്ന അവനെ കയറ്റാവൂല. നീ മദ്യപിച്ചുകൊണ്ട് കിടക്കുന്നവരാരും ഇറങ്ങി പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പത്മനാഭസ്വാമി കുളത്തിൽ ഒരുത്തന്നെ ചവിട്ടിത്താത്തോല്ല, അവൻ നമ്മളാരെങ്കിലും ചവിട്ടിത്താത്ത. അതുകൊണ്ട് ആരും ഇറങ്ങില്ല. അങ്ങനെ ഫയർഫോഴ്സിനെ വിളിച്ച് അവർ വന്ന് രക്ഷപ്പെടുത്തി വിട്ടു. എപ്പോഴാണ് പുള്ളി വെള്ളത്തിൽ കാണുന്നത്? വീഴുന്നത് ഒരു അരമണിക്കൂറായി. അപ്പോൾ ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ട് പിന്നെ നമ്മളവിടെ ഒരാൾ പയ്യൻ വന്ന് പറഞ്ഞങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്ന് നേരെ വന്നിട്ട് ഫയർഫോഴ്സിനെ വിളിച്ച് ഫോർട്ട് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച് കൺട്രോൾമെൻറ്റിനെ വിളിച്ചറിയിച്ച് അവർ ഉടൻ വന്ന് പെട്ടെന്ന് വന്ന് അവരൊക്കെ നല്ല രീതിയിൽ പൊക്കി കയറ്റി കൊണ്ടുപോവുകയും ചെയ്ത്. ഇന്നലെയും സംഭവിച്ചു. ഇന്നലെ ഇതേമാതിരി മദ്യപിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വീഴുന്ന് മഴ സമയമായിരുന്നു. നല്ല വെള്ളം ഒഴുക്കുണ്ടായിരുന്നു. വീഴുന്ന് അവിടെ നിന്ന് ഒഴുകി നേരെ അങ്ങ് വന്നു. അവിടെ വന്ന് പിന്നെ ഇവരെല്ലാവരും കൂടെ അതിനെ വലിച്ചു കയറ്റി അവനെ വിട്ടു. അതൊരു ഹിന്ദിക്കാരനായിരുന്നു. അവന് മദ്യപിച്ച് തന്നെ. സ്ഥിരമായിട്ടുള്ള പരിപാടി തന്നെ ഇത്. അത് ഈ കൈവേലി ഇത് വേലി ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഉണ്ടായിരുന്നെങ്കിൽ ആരും അങ്ങോട്ട് ഇന്നലെ വീഴുന്നതാണ്. ഇന്നലെ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായി. ഞങ്ങളുണ്ടായിരുന്നു. മഴ സമയത്തായിരുന്നു സംഭവം. ഇത് മധ്യലേരിയാണെന്നും തോന്നുന്നു. വീഴുന്നു. ഞങ്ങളെ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഒരാളെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വരെ കിടക്കുന്നു പറഞ്ഞു. ചെന്ന് നോക്കിയപ്പോൾ സംഭവം ഇതാണ്. പിന്നെ കയറിട്ടൊക്കെ പിടിച്ച് നമ്മൾ മേളിലോട്ട് കയറ്റി വിട്ടു. സംഭവം ഈ വേലി ഇല്ലാത്ത മെയിൻ പ്രശ്നം ഇപ്പോൾ ഇവിടെ. നേരത്തെ വേലി ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ലാത്ത കാരണം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ മദ്യപിച്ച് ബാർ അടുത്തായതുകൊണ്ട് മദ്യപിച്ച് വന്നിരിക്കുന്നവരുണ്ടാവും. അവരങ്ങനെ ഇരുന്ന് നേരെ തോട്ട് വീഴുകയാണ്. നേരെ തോട്ട് വീഴുകയാണ് പ്രശ്നം. ഇന്നലെ എത്ര മണിക്കാണ് സംഭവിച്ചത്? ഇന്നലെ ഉച്ചയ്ക്ക് മഴ സമയത്ത് മഴ സമയത്താണ് സംഭവിച്ചത്. പക്ഷേ മഴ സമയത്താണ് സംഭവം വീഴുന്നത്. കുറച്ചുകൂടെ താമസിച്ചത് നല്ല ഒഴുക്കുണ്ടായിരുന്നു. വെള്ളം ഒഴുക്ക് കുറവായിരുന്നു. രക്ഷപ്പെടുത്താനും പറ്റൂല. ഈ ജോയിലെ ഗതി വന്നനെ പറയുന്ന സർക്കാരിനെ പറയുള്ളൂ. ഈ മദ്യപിച്ചുകൊണ്ട് വീണ കാര്യം ആൾക്കാർ അറിഞ്ഞൂടല്ലേ. ഇന്നലെ ഈ പുള്ളി ഇവിടെയാണ് വീഴുന്നെങ്കിലും തിരിച്ച് ഞങ്ങളുടെ അങ്ങ് എൻ്റെ ഇതാണ് പിടിച്ച് കയറ്റിയത്. ഈ സമയത്ത് ഇവിടെയാണ് വീഴുന്നെങ്കിലും ഇന്നലെ പുള്ളി ഇവിടെയാണ് വീഴുന്നെങ്കിലും അങ്ങാണ് അവിടെയാണ് വന്നത്. കയറിയിട്ട് കയറ്റിയുണ്ട്. ഇന്നലെ ഫയർഫോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഇന്നലെ ഞങ്ങളാണ് കയറ്റിയത്. തോന്നിക്കുന്നതാണ്. എങ്ങനെ വീണെന്ന് വെച്ചപ്പോൾ എന്താ പറഞ്ഞ പുള്ളി മധ്യരയിലാണെന്ന് തോന്നുന്നു. പുള്ളി അവിടെ വന്ന് ഈ സൈഡിൽ ഇരുന്നു അങ്ങ് വീഴുന്നു. വേറൊരാളും കണ്ട് ഞങ്ങൾ പറഞ്ഞതുപോലെ ഒരാൾ തോടി കിടക്കണം. അതേമാതിരി തന്നെ ഒരാളൊന്ന് വിളിച്ച് പറഞ്ഞാണ്. ആൾക്കാരൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് നോക്കി വേണം പറ്റിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഫോർട്ട് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ച് ഫയർഫോഴ്സിനെ അറിയിച്ച് അവർ വന്ന് അതിൽ നമ്മളെ കൊണ്ട് ഇറങ്ങാൻ ആക്കൂല. ഇറങ്ങി കഴിച്ച് അവിടെ താക്കുകയാണെങ്കിൽ നമ്മളെ കുടുംബം ഇല്ലാതായി. അപ്പം ഇവിടെ സ്ഥിരം ഉണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ സ്ഥിരം ഉണ്ടാകുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെ ഒരു മാറ്റം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? ഇത് കറക്റ്റായിട്ടൊരു വേല ചെയ്യുക. അന്ന് ചെയ്ത പോലെ ഒരു കമ്പി വേലി അടിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ ഈ തോട് നിറഞ്ഞ പ്രശ്നമായപ്പോൾ ചവറ് കൂടിയല്ലേ ഇടയ്ക്ക്. ആ സമയത്ത് ഇതിൽ നിന്നെല്ലാം ചവറെല്ലാം മാറാൻ വേണ്ടി ഇത് മുറിച്ച് മുളക്കി മാറ്റി. പിന്നെ ആ കമ്പി വേലി എങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നു ആ കമ്പി വേലി. ഇപ്പോൾ മുറിച്ച് മാറ്റി തിരിച്ച് വെക്കേണ്ട ആൾക്കാർ അവർ അതാ നിൽക്കുന്നുണ്ട്. അത് കണ്ടൊക്കെ മാറ്റി അങ്ങ്. ശരിക്കും ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കമ്പി വേലി ഇവിടെ ആവശ്യമാണ്. അതോടൊപ്പം ഒരു ക്യാമറ ഇവിടെ വളരെ ആവശ്യമാണ്. ഇപ്പം ഇവിടെ പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയല്ലോ. അത് കുറവാണ്. അതില്ല. ചവറും പ്ലാസ്റ്റിക്കും അങ്ങനെ ഐറ്റങ്ങളൊന്നുമില്ല. അപ്പം അതിപ്പോൾ ക്യാമറ വന്നതിന് ശേഷം ആ ഒരു സംവിധാനമൊന്നുമില്ല. പക്ഷെ ഇവിടെ കമ്പി വേലി ഇല്ലാത്ത ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കല്ല. പൊതുവേ ജനങ്ങളായപ്പോൾ നോർമലി വീഴുന്നതിന് ഓരോ ആൾക്കാരപ്പം വീഴുന്നത്. മുമ്പേ ചവറ് വീഴുന്നുകൊണ്ടിരുന്നു. ക്യാമറ വെച്ചും ചവർ ആരും കൊണ്ടുവിടില്ല. ഈ ആൾക്കാർ വന്നിരുന്ന് മദ്യപിച്ചുകൊണ്ട് നേരെ മരുന്നങ്ങ് പോകും. ഒരു നല്ല രീതിയിലുള്ള ആൾക്കാരല്ല, കൂടുതലും ആ രീതിയിലുള്ള വേഷമുള്ള ആൾക്കാരാണ്. അവിടെ നിന്ന് രണ്ടെണ്ണം വാങ്ങിച്ചടിക്കുമ്പോൾ വല്ല മത്ത് പിടിക്കും. നേരെ ഇവിടെ വന്ന് ശാരീരികം ഇരിക്കും. ഉറക്കം തൂങ്ങി അങ്ങ് മലന്നങ്ങ് പോകും. പിന്നെ അവിടെ വിഴുന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ ആൾക്കാർ കണ്ടില്ലെങ്കിൽ ഭയങ്കര കണ്ടില്ലേ പോയി ഒന്നീ ഒഴിഞ്ഞങ്ങ് പോകും. അല്ലെങ്കിൽ അറിയില്ല. ഇതിപ്പോൾ പകലാണ്ട് കണ്ട് ഈ രാത്രി ഇതാണ്. രാത്രി 8-7 മണി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇരുട്ടാണ്. വന്നിരുന്ന് കഴിഞ്ഞ് മലന്ന് കഴിഞ്ഞാൽ ആൾക്കാരൊന്നും കാണൂല. അവൻ്റെ കാര്യം അതോതി തന്നെ. അടിയിൽ പോയി ഒന്നീ അവിടെ കൊരുത്തിരിക്കും അടിയിൽ പാലത്തിൽ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി വിടും. ആരും അറിയില്ല ആരാണ് വിടുന്നത് എന്തിനാണെന്ന് അറിയില്ല. ഇതിപ്പോൾ നമ്മളെ ആൾക്കാർ കണ്ടുകൊണ്ട് അങ്ങേരെ കയറി വന്നു. ഇല്ലെങ്കിൽ കുറച്ച് ആരും കണ്ടില്ല. സന്ധ്യയ്ക്കാണ് വീഴുന്നത്, ആരും കാണൂല.
എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് ആളെ കിട്ടിയല്ലോ. കിട്ടി എന്തായാലും ഇത്തരം ഒരു സംഭവങ്ങൾ ഇവിടെ സ്ഥിരം കാഴ്ചയെന്ന് സഹിച്ചാൽ ഇവിടെ ഒരു കമ്പിവേലി, അതായത് നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഒരു കമ്പിവേലി തന്നെ ഇവിടെ വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ആമയഞ്ചാൻ തോടിന് സമീപത്താണ്, അതായത് ഈസ്റ്റ് പോർട്ടിൽ നിന്നും, അതായത് പവർ ജംഗ്ഷനിൽ നിന്നും ഈസ്റ്റ് പോർട്ടിലേക്ക് പോകുന്ന ഭാഗം, ആമയഞ്ചാൻ തോടിൻ്റെ ആ ഭാഗത്താണ് ഇത്തരം അപകടങ്ങൾ പതിവാകുന്നത്. പക്ഷേ ആളുകൾ കണ്ടില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ ജീവൻ നഷ്ടമാവുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് മദ്യപിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളത്തിലേക്ക് വീണാൽ, ഒഴുക്കുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ആ വെള്ളത്തിന് കൂടെ ഒഴുകി അങ്ങ് പോകാനും സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ അപകടം, മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരും ഇവിടുത്തെ പോട്ടർമാരും ഒക്കെ പറയുന്നത് പോലെ തന്നെ കമ്പിവേലി അത് ഉടൻ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവർ എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ പത്മകുമാറിനൊപ്പം രജീഷ് നരിക്കുനി, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.